കുഞ്ഞല്ലേടോ എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടെന്ന്. അന്ന് ആ റെയിൽവേ ട്രാക്കിൽ നിന്നും പിന്നെ ആ മലമുകളിൽ നിന്നും ഇവളില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെ പോലും കിട്ടുമായിരുന്നോ? അപ്പൊ പിന്നെ ഇവളെ കൈവിട്ട് കളയാൻ നമുക്ക് പറ്റുമോടോ? എല്ലാ അർത്ഥത്തിലും ഇത് തൻ്റെ എൻ്റെയും കുഞ്ഞല്ലേ. ഒരിക്കൽ പോലും ഉറക്കത്തിൽ പോലും ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെന്താ തനിക്കൊരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ ഉണ്ട്, തനിക്ക് തോന്നാത്ത. തന്നെ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി അറിയുന്നത് ഞാനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ തന്നെ എനിക്കറിയാം. ഈ മനസ്സിൻ്റെ നേരിയ ചലനങ്ങൾ പോലും എനിക്കിപ്പോൾ മനപ്പാടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സ്വപ്നങ്ങളിൽ താനും ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഞാൻ മാറി നിന്നായിട്ട് തോന്നുന്നുണ്ടോ? അതല്ല. പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനൊരു ചോദ്യം? വെറുതെ ചോദിക്കണം തോന്നി. മനസ്സുകൊണ്ട് അകലുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. കൂടുതൽ അടുക്കാൻ വേണ്ടിയാവുമ്പോൾ സാരല്ലടോ. ഏത് ആകാശത്ത് പറക്കുമ്പോഴും ഭൂമിയിൽ എല്ലാ പെണ്ണിൻ്റെയും അവസാനത്തെ അഭയകേന്ദ്രം ഈ നെഞ്ചാണ്. ഫെമിനിസ്റ്റൊക്കെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്. താൻ അനുഭവിക്കുന്ന സുഖം മറ്റൊരു പെണ്ണും അനുഭവിക്കരുതെന്ന അസൂയ കൊണ്ട്. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും നമുക്കൊന്ന് പറഞ്ഞാലോടോ? പിന്നെന്താ, ഒന്ന് സന്ധ്യ ആയിക്കോട്ടെ. എടോ, അതല്ല ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് വല്ല UK-യിലോ ഓസ്ട്രേലിയയിലോ മറ്റോ സെറ്റിൽ ചെയ്താലോ? എന്താ, ഇവിടെ നിന്ന് ആമിശേഷി കുഞ്ഞിനെ തിരികെ വാങ്ങുന്ന പേടിയുണ്ടോ? ആ എഗ്രിമെന്റ് കടലാസ് എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ കയ്യിലുണ്ടൊരു കടലാസ്. നിയമപരമായി താനും ഞാനും ഭാര്യയും ഭർത്താവുമായ കടലാസ്. അവകാശം സ്ഥാപിക്കാനോ തന്നെ നോവിക്കാനോ പറഞ്ഞതല്ല ഞാൻ. നിയമപരമായ കടലാസുകളുടെ വിലയെപ്പറ്റി പറഞ്ഞതാ. നിയമം പാലിക്കാൻ മാത്രമുള്ളതല്ല, തെറ്റിക്കാനും കൂടിയുള്ളതാ. മനസ്സിലായില്ല. ഞാൻ ഏതായാലും IELTS എഴുതാൻ തീരുമാനിച്ചു. താനും എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് പോവാടോ, എങ്ങോട്ടെങ്കിലും പോവാം. കരാറുകളൊക്കെ കാറ്റിൽ പറത്തി ആരുടെയും കൺവെട്ടത്തല്ലാത്ത ഏതേതോ സ്വർഗങ്ങൾ തേടി നമ്മളും നമ്മുടെ കുഞ്ഞും മാത്രം. നിയമം പാലിക്കാൻ മാത്രമല്ല, തെറ്റിക്കാൻ കൂടിയുള്ളതാ.